ഹായ് ഓൾ, ഞങ്ങളുടെ ഈവനിങ് ഒന്ന് ടൗണിലോട്ട് പോയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ വില്ല. ഇവിടുന്ന് ടൗണിലോട്ട് ഒരു 1 hour ജേണി ഉണ്ട്. നമ്മുടെ ഈ പ്ലേസിൻ്റെ പേര് ഷിനാൻ എന്നാണ്. നല്ല പ്ലേസാണ് കേട്ടോ, നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസാണ്. ഇവിടെ നിന്ന് ഒരു 1 hour എടുക്കും നമ്മൾ സിറ്റിയിലോട്ട്. ഇന്ന് നമ്മൾ പോകുന്നത് ഉത്തൈൻ മാളിലോട്ടാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഉത്തൈൻ മാള്. അത്യാവശ്യം വലിയ മാളാണ് കേട്ടോ ഇത്. ഞങ്ങൾ സാധാരണ വീക്കിലി പോകുന്നത് നമ്മൾ ലുലുവിലാണ്. പക്ഷേ ലുലു നമ്മുടെ നാട്ടിലെ പോലെ അത്ര വലിയ മോളൊന്നുമല്ല, ഇവിടുത്തെ ചെറിയ ഷോപ്പിംഗ് മാളാണ്. പക്ഷേ ഇത് അത്യാവശ്യം വലിയ മോളാണ് കേട്ടോ. ഇവിടെ എല്ലാ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സും കിട്ടുമെന്നാണ് ഇച്ച പറഞ്ഞത്. എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഞങ്ങളത് ഇതിൻ്റെ ഫ്രണ്ടിലെത്താറാവുന്നു. ഈ കാർ പാർക്ക് ചെയ്യാൻ പോയാണ്. കാർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിതാ നടന്ന് അതിൻ്റെ ഫ്രണ്ടിലോട്ട് പോയാണ്. അത്യാവശ്യം ഇവിടെ തിരക്കൊക്കെ ആയി. കുറച്ചും കൂടെ ഒരു 1 hour കഴിയുമ്പോഴാണ് ഇവിടെ എപ്പോഴും തിരക്കെന്നാണ് വെച്ചാൽ പറഞ്ഞത്. നൈറ്റാണ് ഇവിടെ എപ്പോഴും എല്ലാ ഷോപ്പിങ്ങിനും ഇവിടെ നൈറ്റാണ് തിരക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങളത് എൻട്രൻസിലോട്ട് വരികയാണ്. അങ്ങനെ ഞങ്ങളതാ മുകളിലോട്ട് കയറി. അത്യാവശ്യം നല്ല എല്ലാ കടകളും എല്ലാ ഷോപ്പും ഉണ്ട് ഇവിടെ. അങ്ങനെ ഓരോ ഷോപ്പിലിങ്ങനെ കയറി ഇറങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളിതാ ഡ്രസ്സിങ്ങിൻ്റെ കണ്ടപ്പോൾ ഞാൻ കൂടി അങ്ങോട്ട് വീണ്ടും കയറി. ഓരോ ഡ്രസ്സൊക്കെ ഇങ്ങനെ വെച്ച് നോക്കും, പിന്നെ തിരിച്ച് വെക്കും. വീണ്ടും എഗെയിൻ വെച്ച് നോക്കും, തിരിച്ച് വെക്കും. ഒന്നും എടുത്തില്ല കേട്ടോ. കളക്ഷൻസ് കുഴപ്പമില്ല എന്നേ ഉള്ളൂ. എനിക്ക് നമ്മുടെ കമ്പാരിറ്റീവ്ലി ബെറ്ററായിട്ട് തോന്നിയ നാട്ടിൽ നിന്ന് തന്നെ ഷോപ്പ് ചെയ്യുന്നതാണ്. കാരണം പ്രൈസ് വൈസ് ആണെങ്കിൽ ഇവിടെ കുറച്ച് കൂടുതലാണ്. കളക്ഷൻസും എനിക്ക് ബെറ്ററായിട്ട് അവിടെ നാട്ടിൽ തന്നെയാണ് ഡ്രസ്സിൻ്റെ കളക്ഷൻസ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നൊന്നും എടുത്തില്ല. തിരിച്ച് വീണ്ടും അടുത്ത കടയിലോട്ട് പോയി ഓരോന്നൊക്കെ നോക്കി വീണ്ടും ഇറങ്ങി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഷോപ്പിലോട്ടാണ് അടുത്ത കയറുന്നത്. ഇവിടെ ആണെങ്കിൽ മേക്കപ്പ് ഐറ്റംസ്, ഓർണമെൻറ്റ്സ്, നെയിൽ പോളിഷൊക്കെ കുറച്ചധികം ടൈം ഞാനിവിടെ സ്പെൻഡ് ചെയ്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വീണ്ടും ഇറങ്ങി. എന്നിട്ട് അടുത്ത വീണ്ടും ഡ്രസ്സിൻ്റെ കട കണ്ടപ്പം വീണ്ടും അങ്ങോട്ട്. അപ്പോൾ ഇച്ച പറയുന്നുണ്ട് ഡ്രസ്സ് വാങ്ങിക്കുന്നില്ലെന്ന് പറയുന്നു, കളക്ഷൻസും പോരാന്ന് പറയുന്നു. എന്തിനാ വീണ്ടും? അങ്ങനെ വീണ്ടും ഞാൻ കയറി ഓരോന്നൊക്കെ വെച്ച് നോക്കുന്നു. എന്നിട്ട് തിരിച്ചു വെച്ചു. വാങ്ങിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ വീണ്ടും അടുത്ത കടയിലോട്ട് പോയി വീഡിയോ എടുക്കാൻ പറ്റി വന്നത്തേക്ക് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി ഫുള്ളെന്ന് കാണിച്ചു. അതോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഓക്കെ, ബൈ ബൈ.